പ്രിയമുള്ളവരെ നമസ്കാരം. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനന്റെ ചിന്താസരണികളിലെ ഒരു ഏടുമായി വായനാ വഴിയിൽ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഗീതപ്രഭയാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി താൻ എല്ലാം തികഞ്ഞവനാണെന്ന അഹംഭാവമാണ്. സ്വയം തിരുത്താൻ കഴിയാത്തവർ ഒരിക്കലും നന്നാകില്ല എന്ന സത്യം പ്രപഞ്ച നിയമമാണ്. തന്റെ തെറ്റുകളെ കാണാനും തിരുത്താനും മെച്ചപ്പെടുത്താനും തയ്യാറല്ലാത്ത ഒരാൾക്ക് വ്യക്തിപരമായ വളർച്ച അസാധ്യമാണ്. അഹന്തയുടെ കൊടുമുടിയിൽ ഇരിക്കുന്നവർക്ക് തന്റെ ചെറിയ തെറ്റുകൾ പോലും വലിയ വിജയങ്ങളായി തോന്നും. ഞാനാണ് വലിയവൻ, എനിക്കെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ പിന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുന്നവർ അഹങ്കാരത്തിന്റെ അന്ധതയിലാണ് ജീവിക്കുന്നത്. ഈ ചോദ്യത്തിൽ തന്നെയുണ്ട് അയാൾ വളർച്ചയുടെ പാതയിലല്ല, മറിച്ച് തകർച്ചയുടെ വക്കിലാണെന്ന്. ലോകം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവുകളും അനുഭവങ്ങളും ഓരോ നിമിഷവും പുതുക്കപ്പെടുന്നു. തന്റെ പക്കലുള്ളത് മാത്രം മതി, താൻ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവർ ഒഴുകാത്ത ജലത്തെ പോലെ മലിനമായി പോകുന്നു. യഥാർത്ഥത്തിൽ അറിവുള്ളവർ വിനയമുള്ളവരായിരിക്കും. ഒരു നെൽക്കതിർ തന്റെ കതിരുകൾ നിറഞ്ഞാൽ താഴേക്ക് തല കുനിക്കുന്നത് പോലെ ജീവിതത്തിൽ അറിവും അനുഭവവും നേടുന്നവർ വിനയത്തിലേക്ക് നീങ്ങുന്നു. വിനയം എന്നാൽ ഭീരത്വമല്ല, മറിച്ച് താൻ ഒരു പൂർണ്ണ മനുഷ്യനല്ല, ഇനിയും പഠിക്കാനുണ്ട് എന്ന ഉത്തമ ബോധമാണ്. ആ ബോധമുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരിൽ നിന്നും നല്ല കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കൂ. നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും പ്രകോപിതരാകാറുണ്ട്. എന്നാൽ ശത്രുവിന്റെ വിമർശനത്തിൽ പോലും സത്യത്തിന്റെ ഒരു അംശമുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ വിവേകം. വിമർശനങ്ങളെ ഒരു കണ്ണാടിയായി കാണുക. മുഖത്തെ കറ മായ്ക്കാൻ കണ്ണാടിയെ ദേഷ്യപ്പെട്ട് കാര്യമില്ലല്ലോ. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ കാണിക്കുന്ന ആർജവമാണ് ഒരാളെ വലിയ മനുഷ്യനാക്കുന്നത്. അഹംഭാവം മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്നു. സ്വന്തം അറിവിനെ മാത്രം ആരാധിക്കുന്നവൻ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളെ മാനിക്കാൻ തയ്യാറാവുന്നില്ല. ഇത് അയാളെ ഏകാന്തതയിലേക്ക് നയിക്കുന്നു. മറ്റുള്ളവരുമായി സഹകരിക്കാനും പങ്കുവയ്ക്കാനും കഴിയാത്തവർക്ക് ജീവിതത്തിൽ ഒറ്റപ്പെടൽ മാത്രമേ സമ്പാദ്യമായി ലഭിക്കൂ. ജീവിതത്തിലെ പ്രതിസന്ധികളും താൽക്കാലിക തിരിച്ചടികളും നമ്മെ കൂടുതൽ കരുത്തരാക്കും. എന്നാൽ താൻ എല്ലാം തികഞ്ഞവനാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ തിരിച്ചടികളുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയില്ല. അറിയുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ വലുതാണ് അറിയാത്ത കാര്യങ്ങൾ എന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. തന്റെ അറിവ് ഒരു തുള്ളി വെള്ളവും അറിയാത്തത് സമുദ്രവുമാണെന്ന ബോധം അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നു. ഇത്തരമൊരു മനോഭാവമുള്ളവൻ എപ്പോഴും വിദ്യാർത്ഥിയായിരിക്കും. അതെ, അറിവിന്റെ പടവുകൾക്ക് അന്ത്യമില്ലെന്നും അവിടെ എത്തപ്പെടാൻ ആർക്കും ഇന്നോളം സാധിച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അറിവിന്റെ പടവുകൾക്ക് അപ്പുറം നിൽക്കുന്ന അഹന്തയിലെത്തുവാൻ ആരുമില്ല എന്നുമുള്ള സന്ദേശമാണ് പ്രിയപ്പെട്ട എഴുത്തുകാരൻ കാഞ്ചിയാർ മോഹനൻ നമുക്ക് നൽകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു പ്രഭാത ചിന്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.